ഈ സ്ത്രീ ജയന്റെ ആത്മാവിനെ വിളിക്കാൻ ശ്രമിച്ചു. ജയന്റെ ആത്മാവ്, നടൻ ജയൻ. ജയന്റെ ഇപ്പോൾ അവർക്ക് വളരെ സെക്ഷൽ ആയിട്ടുള്ള ചിന്തകൾ അതിലൂടെയും അതുപോലെ തന്നെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവരെയായി ഒരു കുട്ടിയൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ട ആളാണ്, ഒരു രസത്തിന് ചെയ്തതാണ്. ഓട്ടോ റൈറ്റിംഗ് ആണ് ശ്രമിച്ചതെന്ന് പറഞ്ഞു. ഓട്ടോ റൈറ്റിംഗ്, ഈ ഓട്ടോ റൈറ്റിംഗ് ആണ് ജസ്റ്റിസ് കൃഷ്ണയ്യരും പരീക്ഷിച്ചത്. സ്വന്തം ഭാര്യയാണ് വിളിച്ചത്. ഈ ഓട്ടോ റൈറ്റിംഗ് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ രാഹുൽ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കിവിടെ കാണാം. അങ്ങനെ കാണാൻ കഴിയും? ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററെ കണ്ടതാണ്. അവരിലൊരു വേലക്കാരിയുടെ ഒരു രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഇത്ര വർഷം മുമ്പ് തലക്കടിച്ച് ഒരു വീട്ടിലെ മുതലാളിച്ച് എന്നെ കൊന്നതാണ് എന്ന് പറയുകയാണ്. ഈ വേലക്കാരിയുടെ പ്രേതം വേറൊരു സ്ത്രീയിലൂടെ പറയുകയാണ്, ഇങ്ങനെയാണ് എൻ്റെ മരണം നടന്നത്, തെളിയിക്കപ്പെടണം, സംഭവിച്ചു. ഈ ഓജോ ബോർഡിലൂടെ പ്രേതം വരുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോളുകൾ വരുമോ? ഓജോ ബോർഡ് രണ്ട് രീതി പ്രവർത്തിക്കും. ഞാൻ ഇതിനു മുമ്പ് അബാക്ക് ഡിബേറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അപ്പോൾ ഓജോ ബോർഡൊക്കെ കളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കളിക്കണം. കാരണം നമ്മൾ ഒരിക്കൽ ഒരു സ്പിരിറ്റിനൊരു വാതായനം തുറന്നിട്ട് കഴിഞ്ഞാൽ ആ സ്പിരിറ്റിന് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആശുപത്രി മധ്യേ പോകുന്ന ആ വഴിക്ക് ആൾ മരിച്ചു. ഈ വ്യക്തിയെ ഞാൻ സോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പുള്ളിയോട് സംസാരിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുത്തു. അവിടെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാഹുലുമായിട്ട് ഞാൻ സംസാരിക്കുന്ന പോലെയല്ല. ഈ വ്യക്തിയുടെ ഒരു ഫോട്ടോ, അവരുടെ നാള്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ വെച്ചിട്ട് ഡേറ്റ് ഓഫ് ഡെത്ത്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പറയും ഇന്ന സോളിന് എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അവർ നമ്മളിലൂടെ മനസ്സിലൂടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് രണ്ട് ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ ഏത് ഭൂമിയിൽ വീട് വെക്കണം എന്ന ചോദ്യത്തിന് ഇവൻ ഉദ്ദേശിച്ചിരുന്ന ഇപ്പോൾ ഇരിക്കുന്ന വീട് തന്നെ പുതുക്കി പണിയണം എന്നാണ്. പക്ഷെ ഭാര്യ ആവശ്യപ്പെട്ടത് ആ സെക്കൻഡ് ആ ഒരു ലാൻഡുണ്ട്, ആ ലാൻഡിൽ തന്നെ പണിയണം എന്നുള്ള രീതിയിലാണ് ആൻസർ വന്നത്. അപ്പോൾ അത് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മീഡിയംഷിപ്പ് വഴി ചെയ്യാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമാണ്. ഇപ്പോൾ UK, US പോലെയുള്ള സ്ഥലങ്ങളിൽ, യൂറോപ്പിലൊക്കെ മീഡിയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളെപ്പോലെ എബിലിറ്റിയുള്ള ആൾക്കാരുടെ അടുത്ത് വരും, ഒരു സോളുമായിട്ട് സംസാരിക്കണോ, അവർ കണക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു കൊടുക്കും, ഇത് ഇന്നതാണ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ മീഡിയംഷിപ്പ് ഉപയോഗിച്ചിട്ട് കൊലപാതകം പോലും തെളിയിച്ച കേസുണ്ട്. എൻ്റെ മദറിൻ്റെ അമ്മാച്ചനായിരുന്ന ഒരു പഴയ ഒരു വൈദികനുണ്ട്. അദ്ദേഹം ഏലിയാസ് ബാവയുടെ ഭയങ്കര ഭക്തനാണ്. ഈ അധികം അകലെയൊന്നുമല്ല, ഈ എറണാകുളത്ത് തന്നെയാണ്, നെടുമ്പാശ്ശേരി ഏരിയയിലാണ്. അദ്ദേഹം ഒരിക്കൽ ഹിപ്നോതെറാപ്പി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരിലൊരു വേലക്കാരിയുടെ ഒരു രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഇത്ര വർഷം മുമ്പ് തലക്കടിച്ച് ഒരു വീട്ടിലെ മുതലാളിച്ച് എന്നെ കൊന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരിത് അന്വേഷിച്ച് പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയിൽ ഇങ്ങനെ ഭ്രാന്തമായ രീതിയിലാണ് വന്നത്. ഹിപ്നോട്ടിസം കഴിഞ്ഞ് ഇവരോട് പറഞ്ഞു, ഇത് നമ്മൾ പോലീസിൽ അറിയിക്കാം. സ്വാധീനമുള്ള ഒരു വൈദികനൊക്കെ ആയിരുന്നു. അദ്ദേഹം പോലീസിൽ അറിയിച്ചു. ഈ കൊന്ന സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ഇവർ മരിച്ച സ്ത്രീ എന്ന് പറയുന്നത് അവിടെ വേലയ്ക്ക് വന്നിരുന്ന സ്ത്രീയാണ്. അവരുമായിട്ടൊരു വാഗ്വാദം ഉണ്ടായി, ചിരവി എടുത്ത് തലക്കടിച്ചതാണ്, വീശിയതാണ്, തലക്കടിച്ചു. ഈ വേലക്കാരി മരിച്ചുപോയി. ഈ വേലക്കാരിയുടെ പ്രേതം ബാധയോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം, വേറൊരു സ്ത്രീയിലൂടെ പറയുകയാണ്, ഇങ്ങനെയാണ് എൻ്റെ മരണം നടന്നത്, തെളിയിക്കപ്പെടണമെന്ന്, സംഭവിച്ചു. ഇത് അപ്പോൾ എല്ലാ കേസിലും ഇങ്ങനെ നടക്കണ്ടേ? അടുത്ത ചോദ്യം. നടക്കില്ല. ചില സോളുകൾ മാത്രമേ ആ പർപ്പസിന് വേണ്ടി വരുള്ളൂ. ഒന്ന് ദുർമരണം, ഒരാളുടെ അടിയേറ്റ് മരിച്ചതാണ്. ഞാൻ കണ്ടിട്ടുള്ള കേസുകളിൽ ഭൂരിഭാഗവും തൂങ്ങി മരണം, വെള്ളത്തിൽ മുങ്ങി മരിച്ചത്, അതുപോലെ തന്നെ അപകട മരണങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ഈ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ കഴിയുമോ, സംസാരിക്കാൻ കഴിയുമെങ്കിൽ ആരുടെ അടുത്ത് പോകണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവും? അവർക്ക് പ്രശ്നമൊന്നുമില്ല, ചെയ്യുന്നത് നമ്മളല്ലേ, നമ്മളല്ലേ റിസ്ക് എടുക്കുന്നത്. അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇത് വിളിക്കുന്ന ഒരു രീതിയുണ്ട്. സാധാരണഗതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് അവരുടെ തലത്തിലേക്ക് നമ്മളുടെ എനർജി ഉയർത്തിയിട്ട് അവിടെ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സേഫായിട്ട് തിരിച്ചു വരുന്നു. അതേസമയം പലരും ഉപയോഗിക്കുന്നത് ഓജോ ബോർഡൊക്കെയാണ്. ഓജോ ബോർഡൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇവിടെ വരും. നമ്മളൊരു വാതായനം തുറന്നു വിട്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ വായു അകത്തേക്ക് കയറില്ലേ എന്ന് പറഞ്ഞിട്ട് ജെല്ലടച്ചു കഴിഞ്ഞാൽ ആ കയറിയ വായു പുറത്തേക്ക് പോകും എന്ന് പറയുന്ന പോലെയാണ്. വൺസ് യു കോൾ എ സ്പിരിറ്റ്, ആ സ്പിരിറ്റിനെ കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഈ സോളിനെ വിളിച്ചത് നമ്മൾ സംരക്ഷണമൊക്കെ ഇട്ടിട്ടാണ്. അവരതല്ല ചെയ്യുന്നത്. സംരക്ഷണം ഇല്ലാതെ ചെയ്യുമ്പോൾ ഈ സോൾ അറ്റാച്ച്മെന്റ് ആയിട്ട് വരാം. ഈ ഓജോ ബോർഡിലൂടെ പ്രേതം വരുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോളുകൾ വരുമോ? ഓജോ ബോർഡ് രണ്ട് രീതി പ്രവർത്തിക്കും. ഞാൻ ഇതിനു മുമ്പ് അബാക്ക് ഡിബേറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഓജോ ബോർഡ് രണ്ട് രീതി പ്രവർത്തിക്കാം. ഒന്ന്, ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഒരു കഴിവുണ്ട്.
ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഓജോ ബോർഡ് വെച്ചിരിക്കുന്നു, അതിലൊരു നാണയം വെച്ചു ഞാനിങ്ങനെ കൈ വെച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ചില ചിന്തകളുണ്ട്. ഇതിനു മുമ്പ് മൂവ് ചെയ്തതായിട്ടൊക്കെ ഞാൻ പലതും യൂട്യൂബിലും അതുപോലെ തന്നെ പുസ്തകത്തിൽ വായിച്ചൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ തന്നെ ഇതിന് അനക്കും. ഇത് ഇഡിയോ മോട്ടോർ റെസ്പോൺസാണ് ബ്രെയിനിൻ്റെ, സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേസമയം യഥാർത്ഥത്തിൽ നല്ല ഒരു സൈക്കിക് മീഡിയം ആയിട്ടുള്ള ഒരാളാണ് ഈ കോയിനിൽ കൈവച്ചിരിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ടത് മൂവ് ചെയ്യും, അത് സോള് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, കൊല്ലത്ത് ഉള്ളൊരു പയ്യൻ, MBBS പഠിച്ചിരുന്ന പയ്യൻ, തിരുവല്ലയിൽ ഞാനുള്ളപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലാണ് താമസിച്ചിരുന്നത്. റാങ്കൊക്കെ വാങ്ങിച്ചൊരു പയ്യനാണ്. അവൻ പുഷ്പഗിരിയിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട്, MBBS പഠിക്കുന്ന കുട്ടികൾ ഒരു 4-5 പേര് ചേർന്നിട്ട് ഇതുപോലെ സോളിനെ വിളിച്ചു. സോളിനെ വിളിച്ചപ്പോൾ അവിടെ റിയൽ സോള് വന്നു, പേരും പറഞ്ഞു. കൊല്ലത്തുള്ളൊരു നേഴ്സിൻ്റെ മകനാണ് വെള്ളത്തിൽ പോയി മരിച്ചതാണെന്ന് വരെ അവർക്ക് കിട്ടി. അത് ഇവർ പേടിച്ചു പോയി, ഈ ഒരു പരിപാടി വിട്ടു. പിന്നെ ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, രാജീവ് ഗാന്ധിയുടെ സോളിനെ വിളിച്ച എനിക്കറിയാവുന്ന ഒരാളുടെ കാര്യം, അയാളും പേടിച്ചു പോയി മാനസിക രോഗിയായി മാറി. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും മാനസിക വിഭ്രാന്തിയിലേക്ക് പോകാം, സോൾ അറ്റാച്ച് ആവാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓജോ ബോർഡൊക്കെ കളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കളിക്കണം. ചുമ്മാ അങ്ങ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഒരിക്കൽ ഒരു സ്പിരിറ്റിനൊരു വാതായനം തുറന്നിട്ട് കഴിഞ്ഞാൽ ആ സ്പിരിറ്റിന് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഈ അടുത്തൊരു കേസ് വന്നിട്ടുണ്ട്. അടുത്ത തവണ ഇൻ്റർവ്യൂവിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഞാനത് പഠിക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്നെ വിളിച്ചു, 34 വയസ്സേ ഉള്ളൂ. ഈ സ്ത്രീ ജയൻ്റെ ആത്മാവിനെ വിളിക്കാൻ ശ്രമിച്ചു. ജയന്റെ ആത്മാവ്, ജയൻ്റെ നടൻ ജയനാണെന്ന് പറഞ്ഞു വന്നത് വേറൊരാളാണ്. ഇപ്പോൾ അവർക്ക് വളരെ സെക്ഷൽ ആയിട്ടുള്ള ചിന്തകൾ അതിലൂടെയും അതുപോലെ തന്നെ ഈ ആത്മാവ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. 2 ദിവസം മുമ്പ് എനിക്ക് വന്ന കോളാണ്. ആ കേസ് എനിക്ക് വളരെ കൗതുകം കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ കേസ് എനിക്കറിയണം, വാട്ട് റിയലി ഹാപ്പൻഡ്, അത് ആരാന്ന് എനിക്കറിയണം. ജയനാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ചൊരു സോൾ ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല മര്യാദ. ഒരു കുട്ടിയൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ട ആളാണ്, ഒരു രസത്തിന് ചെയ്തതാണ്. ഓട്ടോ റൈറ്റിംഗ് ആണ് ശ്രമിച്ചതെന്ന് പറഞ്ഞു. ഓട്ടോ റൈറ്റിംഗ്, ഈ ഓട്ടോ റൈറ്റിംഗ് ആണ് ജസ്റ്റിസ് കൃഷ്ണയ്യരും പരീക്ഷിച്ചത്. സ്വന്തം ഭാര്യയാണ് വിളിച്ചത്. ഈ ഓട്ടോ റൈറ്റിംഗ് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? പഠിക്കണം എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല അത്. നമ്മളൊരു സൈക്കിക് എബിലിറ്റി ജന്മനാ ഉണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് പറ്റും. അതാ ഞാൻ പറഞ്ഞേ, കോടിയിൽ ചിലപ്പോൾ 10, 20, 25 പേർക്കൊക്കെ ഈ കഴിവുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കഴിവുണ്ട് എന്ന് പറയുന്നവർ പറയുമ്പോൾ കോടിക്കണക്കിന് അനേകം ജനങ്ങൾ വേറെ നിൽക്കുകയാണ്. അല്ല, നമുക്കിത് പഠിക്കാൻ കഴിയുമോ ഈ ഓട്ടോ റൈറ്റിംഗ്? പഠിക്കാൻ സാധിക്കും, പക്ഷേ എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഒരാളുടെ സൈക്കിക് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മുടെ ഒരു മെൻ്റൽ ഫാക്കൽറ്റി ഉണ്ട്. അങ്ങ് എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഓട്ടോ റൈറ്റിങ്ങിന്? തീർച്ചയായിട്ടും. ഓട്ടോ റൈറ്റിംഗ് വേണ്ട, ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ നമ്മൾ കൈവച്ചുകൊണ്ടിരുന്ന ലെജിബിളായിട്ട് എഴുതുകയും ചെയ്യാം ഓട്ടോ റൈറ്റിങ്ങിലൂടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സ്പിരിച്വൽ റെലത്തിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി അറിയിക്കണം. അപ്പോൾ ഞാൻ ബാബാജിയെ വിളിക്കുകയാണ്, ബാബാജി പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എനിക്ക് അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും മെസ്സേജ് എന്നിലൂടെ എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കുക. അപേക്ഷാപൂർവ്വം നമുക്കിരിക്കാം. അത്തരം വ്യക്തികളെ നമ്മൾ അപേക്ഷാപൂർവ്വമാണ് നമ്മൾ വിളിക്കേണ്ടത്. ഓട്ടോ റൈറ്റിങ്ങിലൂടെ ഇരുന്നാൽ എൻ്റെ കയ്യിലൂടെ അദ്ദേഹം പറയേണ്ടത് ഒഴുകാൻ തുടങ്ങും. ഇതാണ് ഓട്ടോ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോളിനെ വിളിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, മകൻ 26 വയസ്സുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോയ മകൻ മരിച്ചിട്ടാണ് കിടക്കുന്നത് കാണുന്നത്. റോഡിൽ ഒരു വലിയ ട്രെയിലർ ലോറി കയറി, നമുക്ക് പറഞ്ഞ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടിയെ കാണുന്നത്. അവർ ഭ്രാന്തമായ അവസ്ഥയിലായി പോയി. കുട്ടിയെ എപ്പോഴും വിളിക്കൽ തുടങ്ങി സോളിനെ. അവസാനം ഇവർ ഭ്രാന്തമായ അവസ്ഥയിലേക്കായി മാറി. അതുകൊണ്ടാണ് പറയുന്നത്, ഇവർ ഈ അമേരിക്കയിൽ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തുന്നവർ, കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു, നീ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ വെച്ച് അവൻ്റെ പേരൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആൻറ്റി എന്നെ വിളിച്ചു. ഈ സ്ത്രീയുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അവളെ ഒന്ന് അഡ്വൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് റിമോട്ട് വ്യൂയിങ് നടത്തി. ഞാൻ റിമോട്ട് വ്യൂയിങ് നടത്തുമ്പോൾ ഇപ്പോൾ സിൽവ മൈൻഡിൽ റിമോട്ട് വ്യൂയിങ്ങിന് വേണ്ടിയിട്ടുള്ള കോഴ്സുണ്ട്. അതായത് രാഹുൽ ഇവിടെ ഇരിക്കുന്നു, രാഹുൽ ഓസ്ട്രേലിയയിലിരിക്കുന്നു, ഞാൻ ഇന്ത്യയിലിരിക്കുന്നു, കേരളത്തിലൊരു മൂലയ്ക്ക്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ രാഹുൽ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കിവിടെ കാണാം. അങ്ങനെ കാണാൻ കഴിയും. ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററെ കണ്ടതാണ്. ഞാൻ കസിൻ സിസ്റ്ററോട് ചോദിച്ചു, ലെഫ്റ്റ് സൈഡിൽ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡിൽ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആടുന്ന കർട്ടനാണ് കാണുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു മേശയുണ്ട്, അവിടെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരി മകനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷിലാണ് സംസാരം, ഞാൻ ചോദിച്ചു, ഇതല്ലേ ചേച്ചി ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അതെ. ഹൗ കം യു നോ ദാറ്റ്? ഞാൻ എന്നോട് പറഞ്ഞാൽ ചോദിച്ചത്. ക്യാൻ ഐ ലേൺ ദിസ് ഫ്രം യു എന്ന് ചോദിച്ചു. ഞാനത് നിന്നിൽ നിന്ന് പഠിക്കണോ? കൊള്ളാമല്ലോ. ഞാൻ അവസാനം പറഞ്ഞു, ഈ ആത്മാവിനെ വെച്ചുകൊണ്ടിരിക്കല്ലേ,
അകാലത്തിൽ പൊലിഞ്ഞു പോയതാണ്, അവനെ വെറുതെ വിട്. അങ്ങനെ അവർ അത് മനസ്സിലാക്കിയപ്പോൾ ആ സോളിനെ വെറുതെ വിട്ടു. മറ്റേത് എല്ലാ ദിവസവും ഇരുന്ന് വിളിക്കലാണ്. മകൻ മരിച്ച സങ്കടത്തിൽ അമ്മയുടെ അവസ്ഥയാണ്, തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മകനാണെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലിരിക്കുന്ന ഊർജ്ജമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ തലത്തിലുള്ള ഊർജ്ജമാണ്. നമുക്ക് ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ സോളിനെ വിളിച്ചു വരുത്താൻ കഴിയുമോ? ജീവിച്ചിരിക്കുന്നവരെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അത് ശരീരം വിട്ടു പോയിട്ടില്ലല്ലോ, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയല്ലേ ശരീരത്തിൽ. അത് പരകായ പ്രവേശം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ശങ്കരാചാര്യരൊക്കെ ചെയ്തതാണ്. ഒരിക്കൽ അനന്തഭദ്ര സിനിമയിൽ അത് സുനിൽ പരമേശ്വരൻ വളരെ കൃത്യമായിട്ട് അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേറെ ആളുടെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുക. ഇപ്പോൾ ഒരു കാര്യത്തിൽ സെക്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ലൈംഗികതയെക്കുറിച്ച് ചോദിച്ച് തോൽപ്പിക്കുകയാണ് നമ്മുടെ ശങ്കരാചാര്യരെ. അപ്പോൾ ശങ്കരാചാര്യർ എനിക്ക് കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ രാജാവിൻ്റെ ശരീരത്തിലേക്ക് കയറിയിട്ട് രാജാവ് ഭോഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം ഇതാണെന്ന് പറഞ്ഞിട്ട് തർക്കത്തിൽ വിജയിക്കുന്നു പറയുന്നുണ്ട്. അത് പരകായ പ്രവേശമാണ്. ഒരാളുടെ ശരീരത്തിൻ്റെ ആത്മാവിലേക്ക് നമുക്ക് കയറ്റാം, വേറെ ആളുടെ ശരീരത്തിലെ ആത്മാവിനെ വേറെ ശരീരത്തിലേക്ക് കയറ്റാം. അതെന്നൊക്കെ പറയുന്നത് കടന്ന കൈകളാണ്. അതൊന്നും നമ്മൾ ചെയ്യാറില്ല, അതിനൊന്നും ഞാനും പ്രാപ്തനുമല്ല. പക്ഷേ ഒരു വ്യക്തിയിൽ ഇരിക്കുന്ന സമയത്ത് സോള് ആ വ്യക്തിയിൽ തന്നെ ഇരിക്കുന്നത്. വ്യക്തിയിൽ നിന്ന് വേർപെട്ടാൽ വളരെ എളുപ്പമാണ് ഇവരെ ആക്സസ് ചെയ്യാൻ. വ്യക്തിയിൽ ഇരിക്കുമ്പോൾ പറ്റും കേട്ടോ, പറ്റായികയില്ല. ടെലിപ്പതി ഉറക്കി. ഇപ്പം നമ്മൾ ഒരേ ഫ്രീക്വൻസിയിലുള്ള ആൾക്കാരാണ്, വളരെ അകലെയുള്ളൊരു സ്ഥലത്താണ് വസിക്കുന്നതെന്ന് വിചാരിക്കുക. അവിടെ തനിക്കൊരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഞാനിവിടെ അത് അനുഭവിക്കുകയാണ്. അയ്യോ എൻ്റെ സുഹൃത്തിന് എന്തോ പറ്റി, വിളിച്ചു കഴിയുമ്പോൾ ഫോൺ എടുക്കുന്നു, ഇന്ന ആൾ ആക്സിഡൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. ചില ചില അമ്മയും കുഞ്ഞും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിന് ശാസ്ത്രത്തിന് വിശദീകരണമുണ്ടോ? അതെ, പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സുഖമില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വയ്യാതിരിക്കുമ്പോൾ അതിന്റെ പ്രിയപ്പെട്ട ആളുകൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുന്നത്. എനിക്ക് അനുഭവമുണ്ട്. ചില ആളുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഇന്നിപ്പോൾ ഞാൻ ഒരാളെ കുറിച്ച് ചിന്തിച്ചിരുന്നു, അത് ഇവർ തമ്മിൽ വരുന്ന വഴിക്ക് ആ ആളുടെ കോൾ എനിക്ക് വന്നു. ജസ്റ്റ് ചിന്തിച്ചിട്ടേ ഉള്ളൂ. അത് ഇവര് തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടാണോ? പറയും തീർച്ചയായിട്ടും സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ സോൾമേറ്റ് ആണോ എന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല ബന്ധമുള്ള സുഹൃത്തുക്കൾ, എനിക്കതാണ് കൂടുതൽ അനുഭവമുള്ളത്. നല്ല ബന്ധമുള്ള സുഹൃത്തുക്കൾ, അവരെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടാവുള്ളൂ. പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ അവരെ കോൾ വന്നിരിക്കും. ഞാൻ പറയും പലപ്പോഴും. അപ്പോൾ ആ വൈഫ് പറയും, എപ്പോഴും എന്തിനാ ഇത് പറയുന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ആക്ച്വലി അവൻ വിളിക്കും അല്ലെങ്കിൽ അവനെ ഞാൻ വിളിക്കണം എന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് അവരെ വിളി വന്നത്. അത് സംഭവിക്കാം. അതൊരു കോയിൻസിഡൻസ് എന്ന് പറയാൻ പറ്റില്ല അതിന്. പലപ്പോഴും അതൊരു ടെലിപ്പതിയാണ്. ഇപ്പോൾ രാഹുലിനെ വിളിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് രാഹുലുമായിട്ട് നല്ല ഫ്രീക്വൻസിയിൽ, ഒരേ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ടെലിപ്പതി അയക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയിലുള്ള ഒരാളാണ് രാഹുലും ഞാനും എങ്കിൽ, ഞാനത് മനസ്സിൽ കാണുമ്പോഴേക്കും രാഹുലിനൂടെ പിടികിട്ടും. സാറേ ഇന്ന് ഇൻ്റർവ്യൂവിന് വരണ്ടേ എന്ന് വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കും. ഞാൻ ചിലപ്പോൾ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ചിന്തിച്ചൊരു കാര്യമായിരിക്കും എന്നോട് വിളിച്ചു ചോദിക്കുന്നത്. ഈ സ്വപ്നങ്ങളും ടെലിപ്പതിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്വപ്നവും ടെലിപ്പതിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന ഒരു പ്രഹേളികയാണത്. ചിലത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ടെലിപ്പതി എന്ന് പറയുന്നത് അതല്ല. പലപ്പോഴും സ്വപ്നങ്ങളെ വെച്ച് ഒരുപാട്, ഇപ്പോൾ പണ്ടത്തെ കാലത്ത് സ്വപ്നങ്ങൾ വെച്ചിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാജാക്കന്മാർ, അത് സൈക്കിക് എബിലിറ്റിയാണ്. നമ്മൾ കണ്ട സ്വപ്നം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ പൊരുൾ എന്താണ്, അല്ലെങ്കിൽ അത് വെച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറയാൻ സാധിക്കും. അത് സൈക്കിക് എബിലിറ്റിയാണ്. ടെലിപ്പതി വേണം എന്നില്ല അതിന്. ടെലിപ്പതി എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം ഞാൻ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ പഠിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തും ഞാനും തമ്മിൽ 8:30 മണിക്ക് ഞാനൊരു മെസ്സേജ് അയക്കും, നീ പറയണം, എഴുതി വെച്ചോണം. അവൻ പറയും, ഞാനൊരു മെസ്സേജ് അയക്കും, നീയും പറഞ്ഞോണം. കറക്റ്റായിട്ട് ഞങ്ങൾ എഴുതി വെച്ച് പിറ്റേ ദിവസം കാണുമ്പോൾ ഞങ്ങൾ പറഞ്ഞ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അനുഭവിക്കാത്ത ഒരു കാര്യവും ഞാൻ പറയില്ല. അത് പോസിബിളാണ്. അത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫ്രീക്വൻസിയിലായിരുന്നു. ഇന്ന് ചിലപ്പോൾ സാധിക്കണമെന്നില്ല, ഫ്രീക്വൻസി മാറിയിട്ടുണ്ടെങ്കിൽ. അത് ഒരേ ഫ്രീക്വൻസിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഇത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. പോസിബിളാണത്. ടെലിപ്പതിയൊക്കെ പോസിബിളാണ്. പക്ഷേ ഇത് സംഭവിക്കുന്നത് എത്ര പേരുണ്ട് ഈ ലോകത്ത്? കോടിക്കണക്കിന് ജനങ്ങളിൽ വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇയാളെന്താ വലിയ സൂപ്പർമാനാണ്. ഇത് സൂപ്പർമാനൊന്നുമല്ല. എല്ലാവർക്കും എബിലിറ്റി ഉണ്ട്, അതിനെക്കുറിച്ച് അറിയുന്നില്ല. ഇനി അഥവാ ഈ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവനെ ഇത് സാധിക്കുകയുള്ളൂ. വിശ്വസിക്കാത്തവന് ഒരിക്കലും ഇത് അതിൻ്റെ ഏഴയലത്ത് ചെല്ലേയില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, കോടിക്കണക്കിന് ജനങ്ങൾ, വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ ഈ എബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ മറ്റുള്ളവർ അതിനെ എതിർക്കും, സ്വാഭാവികമായിട്ട് എതിർക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.